ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് ഹജ്ജിൽ നിന്നുള്ള 2 ആയാത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. 40-41 വചനങ്ങൾ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വിഭാഗം ആളുകളെ പറ്റി പരിചയപ്പെടുത്തുകയാണ്. ആരാണവർ? അല്ലദീന, അവരൊരു വിഭാഗമാണ്. ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുള്ള ആളുകളാണവർ, അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്നും. എങ്ങനെ? ബിഗൈരി ഹഖ്, ഒരു ന്യായവും കൂടാതെ. ഇല്ലാ അൻ യഖൂലു, അവർ പറയുന്നതല്ലാതെ. എന്താ പറയുന്നത്? റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്. വലൗല, ഇല്ലായിരുന്നുവെങ്കിൽ, ദഫഉല്ലാഹി, അല്ലാഹുവിൻ്റെ തടുക്കൽ, അന്നാസ, മനുഷ്യരെ, ബഗ്ലഹും, അതിൽ ചിലരെ, ബിബഗ്ലി, ചിലരെ കൊണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നു ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ വേറൊരു ന്യായവും കൂടാതെ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളാണവർ. അതായത് അക്രമത്തിന് വിധേയരായവരാണ് എന്ന് നമ്മൾക്ക് തഫ്സീറിൽ ബ്രാക്കറ്റിൽ വായിക്കാൻ സാധിക്കും. പിന്നെ പറയുന്നു മനുഷ്യരെ, അവരിൽ ചിലരെ കൊണ്ട് അള്ളാഹു തടുക്കലില്ലായിരുന്നുവെങ്കിൽ. അതാണ് പറഞ്ഞത് വലൗലാ ദഫഉല്ലാഹി നാസ ബഗ്ലഹും ബിബഗ്ള്, അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത് സ്വവാമിഉൻ വബിയഉൻ. അപ്പോൾ ലഹുദ്ദിമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, തടയപ്പെടുമായിരുന്നു എന്നാണ്, പൊളിച്ചു തകർക്കപ്പെടുമായിരുന്നു. ഹദ്ദമ, ലഹുദ്ദിമത്, തീർച്ചയായും പൊളിച്ചു തകർക്കപ്പെടുമായിരുന്നു. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ, ചിലരെ കൊണ്ട് അള്ളാഹു ദഫോ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ, തടുക്കൽ നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ലഹുദ്ദിമത്, പൊളിച്ചു തകർക്കപ്പെടുമായിരുന്നു. എന്തൊക്കെ? സ്വവാമിഉ, സന്യാസി മഠങ്ങൾ, വബിയഗൻ, ക്രിസ്തീയ ദേവാലയങ്ങൾ, വസ്വലവാത്ത്, ജൂത ദേവാലയങ്ങൾ, മസാജിദു, മുസ്ലിം പള്ളികൾ, യുദ്ക്കറു, പറയപ്പെടുന്ന അല്ലെങ്കിൽ കീർത്തനം ചെയ്യപ്പെടുന്ന, ഫിഹ, അവയിലെല്ലാം, ഇസ്മുള്ള, അള്ളാഹുവിൻ്റെ നാമം. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഓർക്കപ്പെടുന്ന, പറയപ്പെടുന്ന മുസ്ലിം പള്ളികളും, കഥീറൻ, ധാരാളമായിട്ട്. എന്നിട്ട് പറയുന്നു വലയൻസുറന്നല്ലാഹ്, അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. മൻ, ഒരു കൂട്ടരെ, ഒരുവനെ. ആരാണവൻ? യൻസുറുഹു, അവനെ സഹായിക്കുന്നു. ഇന്നല്ലാഹ, അപ്പോൾ നിശ്ചയമായും അള്ളാഹു കവിയ്, ലഖവിയ്, ശക്തൻ തന്നെയാണ്, അസീസ്, പ്രതാപശാലി തന്നെയാണ്. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ ചിലരെ കൊണ്ട് അള്ളാഹു തടഞ്ഞു വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അള്ളാഹുവിൻ്റെ നാമം ധാരാളമായി കീർത്തിക്കപ്പെടുന്ന പല സന്യാസി മഠങ്ങളും, അതാണ് ഇവിടെ പറഞ്ഞ സ്വവാമിഅ. അതുപോലെ വബിയഗ്, ക്രിസ്തീയ ദേവാലയങ്ങൾ, വസ്വലവാത്ത്, ജൂത ദേവാലയങ്ങൾ, മസാജിദു, പള്ളികൾ, അതായത് മുസ്ലിം പള്ളികൾ. ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് കൂടുതൽ സ്മരിക്കപ്പെടുന്നത് എന്നാണ്. യുദ്ക്കറു ഫീഹി ഇസ്മുല്ലാഹി കസീറ. എന്നിട്ട് അള്ളാഹു പറയുന്നു തന്നെ സഹായിക്കുന്നതാരോ അവനെ അള്ളാഹു നിശ്ചയമായും സഹായിക്കും.
വലയൻസുറന്നല്ലാ, അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. മയൻസുറുഹു, അള്ളാഹുവിനെ സഹായിക്കുന്ന ഒരുവനെ. തീർച്ചയായും അള്ളാഹു ശക്തനാണ്, പ്രതാപശാലിയാണ്. അപ്പോൾ തൊട്ടു മുമ്പേയുള്ള ആയത്തിൽ നമ്മൾ കണ്ടിരുന്നു ആരോടാണ് ഇസ്ലാമിൽ യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചത്, അല്ലെങ്കിൽ അനുവാദം കൊടുത്തത്, എന്തിനാണ് അങ്ങനെയുള്ള അനുവാദം, യുദ്ധത്തിനുള്ള അനുവാദം എന്തിനാണ് നൽകിയത് എന്നൊക്കെ അല്ലേ. ഇവിടെ ഈ ആയത്തിൽ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് അവർ വീടുകളിൽ നിന്ന് യാതൊരു ന്യായവും കൂടാതെ പുറത്താക്കപ്പെട്ടവരാണ്. അവർ റബ്ബുനല്ലാ എന്ന് പറയുക ചെയ്തു എന്നല്ലാതെ എന്നാണ് ഇവിടെ പ്രസ്താവിച്ചത്. അപ്പോൾ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുവാൻ അനുവാദം നൽകിയതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ കാരണവും ചൂണ്ടിക്കാട്ടി അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വലിയൊരു കാര്യം, അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കുമെന്നുള്ളതാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെ സഹായിക്കൽ? അവൻ്റെ മതത്തെ സഹായിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, അതിന് ഉള്ള ഒരു പ്രോത്സാഹനം നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ സഹായവും അനുഗ്രഹവും ആർക്കാണ് ലഭിക്കുക, എങ്ങനെയുള്ളവർക്കാണ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ആയത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എങ്ങനെയാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് ഇൻ തൻസുറുക്കുമുല്ലാഹ യൻസുറുക്കും എന്ന് പറഞ്ഞതായിട്ട് കാണാം. അതോടൊപ്പം തന്നെ വയുഹബ്ബിത് അഖ്ദാമക്കും എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ പാദങ്ങളെ ഞാൻ ഉറപ്പിച്ചു നിർത്തുമെന്ന്. അതുപോലെ തന്നെ വലയൻസുറന്നല്ലാഹു മൻ യൻസുറുഹു, അള്ളാഹുവിനെ സഹായിക്കുന്നവനെ തീർച്ചയായിട്ടും അള്ളാഹു സഹായിക്കും. അള്ളാഹു അതിനെല്ലാം ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, ശക്തനും പ്രതാപിയുമാണ് എന്നെല്ലാമുള്ള പ്രയോഗങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അള്ളാഹുവിനെ സഹായിക്കുക. വാക്കുകൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്താൻ കഴിയണം. അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ താല്പര്യം കാണിക്കണം. ഇതാണ് അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. ദീനിനോട് ധിക്കാരം കാണിച്ച് അല്ലെങ്കിൽ ദീനിനോട് എതിരിടുന്നവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയുള്ള എതിരിടൽ, ധനവും ശരീരവും കൊണ്ടൊക്കെ എതിരിടുന്ന, പോരാട്ടം നടത്തുന്ന ആളുകൾ ഇത്തരം അള്ളാഹുവിനോ സഹായിക്കുന്ന വിഭാഗത്തിൽ പെടുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ സഹായികളാകുന്നതിൽ നമുക്കറിയാം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളായ ഹവാരിയങ്ങൾ നമുക്ക് മാതൃകയാണ് അല്ലേ. ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാ, അവർ പറഞ്ഞതാണ് ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാണ് എന്ന്. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാൻ എൻ്റെ കൂടെ നിലകൊള്ളാൻ ആരുണ്ട് എന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചോദ്യത്തിന് ഹവാരികൾ കൊടുത്ത പ്രഖ്യാപന മറുപടിയാണിത്. ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അള്ളാഹുവിൻ്റെ മതത്തെയും അതിൻ്റെ പ്രബോധനത്തെയും നമ്മൾ സംരക്ഷിക്കണം. അതിനു വേണ്ടുന്ന സേവനങ്ങളും ത്യാഗങ്ങളും നമ്മൾ അനുഷ്ഠിക്കുക. ഇതെല്ലാം നമുക്ക് അള്ളാഹുവിനെ സഹായിക്കുന്നതിൽ ഉൾപ്പെടുത്തി വായിക്കാൻ സാധിക്കും. ഇതിലൂടെ അള്ളാഹു അത്തരം ആളുകൾക്ക് പ്രതാപവും വിജയവും നൽകുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഖുർആൻ പഠന സംരംഭം നമുക്കതിനൊരു ഉദാഹരണമായി കാണാം അല്ലേ. ക്ലാസ് എടുക്കുന്നു, കേൾക്കുന്നു, ഫോർവേഡ് ചെയ്യുന്നു, കേൾപ്പിക്കുന്നു, പരീക്ഷ എഴുതുന്നു, ചിലർ എഴുതിപ്പിക്കുന്നു അല്ലേ. മാർക്കൊന്നും നമ്മുടെ വിഷയമേ അല്ല. നമ്മുടെ ലക്ഷ്യം പ്രബോധനമാണ്. അത് നമ്മൾ എങ്ങനെയാണോ നമ്മളെക്കൊണ്ട് കഴിയുന്നത് ആ രീതിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിക്കുക കൂടി ചെയ്യുകയാണ്. സ്വയം പഠിക്കുന്നു, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. നമ്മൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നമ്മൾ അള്ളാഹുവിനെ സഹായിക്കുന്നവരായി മാറണം. ആ വിഷയത്തിൽ ചിലപ്പോൾ നമുക്ക് പ്രയാസങ്ങളും കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളൊക്കെ കണ്ടേക്കാം, നമ്മൾ നേരിട്ടേക്കാം. പക്ഷേ അവിടെയൊന്നും നമ്മൾ അക്ഷമരാകാതെ ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകുന്നവരായാൽ നമ്മൾക്ക് നമ്മുടെ
ദീനിനെ പ്രചരിപ്പിക്കുന്നവരാകാൻ സാധിച്ചാൽ അള്ളാഹുവിനെ സഹായിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ നന്മ. ഏറ്റവും വലിയ നന്മയായിട്ട് നമ്മളത് കാണണം. ഇത്തരത്തിലുള്ള ജിഹാദുകളുടെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന ഇത്തരം ജിഹാദുകൾ നമ്മൾ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ റബ്ബിലേക്ക് ബോധിപ്പിക്കണം. അത്തരം സന്ദർഭങ്ങളിൽ റബ്ബിൻ്റെ സഹായം നമ്മളറിയാതെ അള്ളാഹു സുബ്ഹാനഹു തആല നൽകിക്കൊണ്ടിരിക്കും. ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ആരാര് നമ്മെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പരിശുദ്ധ ഖുർആനിൻ്റെ പഠന സംരംഭവുമായിട്ട് അല്ലെങ്കിൽ ദീനിൻ്റെ പ്രചരണവുമായിട്ട് ദഅവ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അപ്പോഴാണ് എനിക്ക് അള്ളാഹുവിനെ സഹായിക്കുന്നു എന്നുള്ളവരുടെ ഗണത്തിൽ ഉൾപ്പെടുവാൻ സാധിക്കുക എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ് പ്രിയമുള്ളവരെ. അടുത്ത ആയത്ത് 41-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ് സ്വലാത്ത വആതുസ് സകാത്ത വഅമറൂ ബിൽ മഅറൂഫ് വനഹൂ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. അള്ളാഹു പറയുകയാണ്, ഭൂമിയിൽ ഒരു വിഭാഗത്തിന് നാം സ്വാധീനം നൽകിയാൽ, മക്കനയുമക്കിനു എന്ന് പറഞ്ഞാൽ അതാണ് സ്വാധീനം നൽകുക, സൗകര്യം നൽകിയാൽ. അപ്പോൾ മുകളിൽ പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ആരാണ് എന്നും തുടർന്ന് പറയുന്ന അല്ലദീന യാതൊരു കൂട്ടർ ഇമ്മക്കന്നാഹും അവർക്ക് നാം സ്വാധീനം സൗകര്യം നൽകിയ ഇവിടെ ഫിൽ അർളി ഭൂമിയിൽ, അങ്ങനെ ഭൂമിയിൽ സ്വാധീനം നൽകിയ ഒരു വിഭാഗം, ആ വിഭാഗം ആളുകൾ ചെയ്യുന്നത് എന്താണ്? അഖാമുസ് സ്വലാത്ത്, അവർ നമസ്കാരം നിലനിർത്തുന്നു. വആതൗസ് സകാത്ത്, അവർ സകാത്ത് നിർബന്ധദാനം നൽകിക്കൊണ്ടിരിക്കുന്നു. വഅമറൂ ബിൽ മഅറൂഫ്, കണ്ടോ, സദാചാരത്തിനെ കൽപ്പിക്കുകയും വനഹൗ അനിൽ മുൻകർ, ദുരാചാരത്തെ അവരെ വിരോധിക്കുകയും ചെയ്യുന്നു. അമറൂ, അതാണ് അമറൂ ബിൽ മഅറൂഫ്. നഹൗ, അവർ വിരോധിക്കുന്നു. അനിൽ മുൻകർ, ദുരാചാരത്തെ. മഅറൂഫിൻ്റെ ളിദ്ദാണ് മുൻകർ. അപ്പം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ് അത്തരം ആളുകൾ. അപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് നാം ഭൂമിയിൽ സൗകര്യം നൽകിയതിനെ തുടർന്ന് അവർ നമസ്കാരം നിലനിർത്തുന്നു, സകാത്ത് നൽകുന്നു. അതോടൊപ്പം അവർ നന്മ കൽപ്പിച്ച് തിന്മ വിരോധിച്ച് അവർ ദഅവത്ത് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ എല്ലാം ആഖിബത്ത് പര്യവസാനം അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു എന്ന്. അപ്പോൾ ഈ ഒരു ആയത്തിലെ ഉള്ളടക്കം പ്രത്യേകിച്ച് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ഒന്നാമത് പറഞ്ഞത്, ഭൂമിയിൽ സ്വാധീനം ലഭിച്ചാൽ അവർ ധാർമ്മികമായും വ്യക്തിപരമായും സമുദായികപരമായും സാമൂഹ്യമായുമുള്ള മനുഷ്യ കടമകളെല്ലാം നിർവഹിക്കുന്നവരായിരിക്കുമെന്നാണ് പറഞ്ഞത്. ധാർമ്മികവും വ്യക്തിപരവുമായ കടമകളിൽ പ്രധാനപ്പെട്ട നമസ്കാരത്തെ ഒന്നാമതായി എടുത്തു പറഞ്ഞു. സാമുദായികവും സാമൂഹ്യവുമായ കടമകളിൽ പ്രധാനമായ സകാത്തിനെ രണ്ടാമതായി പറഞ്ഞു. ഇങ്ങനെയുള്ള ബാധ്യതകൾ സ്വയം അനുഷ്ഠിക്കുക മാത്രമല്ല, മറ്റുള്ളവരിൽ സദാചാരബോധമുണ്ടാക്കാൻ വേണ്ടത് ചെയ്യുക കൂടി ചെയ്യുന്ന ആളുകളായിരിക്കും അവർ എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഇതെല്ലാം ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് മുഴുവൻ ആളുകളുടെയും മുഴുവൻ മുസ്ലിമീങ്ങളുടെയും കടമയും ഉത്തരവാദിത്വവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മുസ്ലിങ്ങൾ അവരുടെ സ്വാധീന ശക്തി ഉപയോഗപ്പെടുത്തുന്നത് ഈ ആവശ്യാർത്ഥമാണെങ്കിൽ, അവരുടെ ഇത്തരം കാര്യങ്ങളെല്ലാം അവർ നിറവേറ്റുന്നത് ഇത്തരത്തിലുള്ള ഈ രീതിയിലാണ് എങ്കിൽ ഭൂമിയിൽ എന്തൊരു നല്ല നിലപാടായിരിക്കും, അല്ലെങ്കിൽ ഭൂമിയിലുള്ള അവരുടെ ജീവിതം എത്രമാത്രം സുന്ദരവും ശുദ്ധവും അഭികാമ്യവുമായിരിക്കുമെന്ന് നമ്മൾ ഇവിടെ ഒന്ന് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ദുനിയാവിലെ ജീവിതം ശുദ്ധമാകുന്നതോടുകൂടി സംശുദ്ധമാകുന്നതോടുകൂടി പാരത്രിക ലോക വിജയം അവർക്ക് സുനിശ്ചിതവുമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ.
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൻ്റെ തന്നെ അവസാന ഭാഗത്ത് വരുന്നത് കൊണ്ട് നമുക്കവിടെ വിശദീകരിച്ച് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.